കൊന്നാലും ഞാൻ അവന് കൊടുക്കത്തില്ല. ഇത്രയും സുന്ദരിയായ തത്തയെ കളഞ്ഞിട്ട് ആ മീശ വേണു വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോണെന്ന് കാണിച്ചു കൊടുക്കാം. താലിയില്ലാതെ അവൻ കല്യാണം കഴിക്കുന്ന എങ്ങനെയാന്ന് എനിക്കൊന്ന് കാണണമല്ലോ. പിന്നെ ഇനി ഈ തത്തയ്ക്കൊരു ജീവിതം ഇല്ല. അതുകൊണ്ട് തത്ത ഈ മരക്കൊമ്പി, അത് ചുള്ളിക്കൊമ്പി, ഈ മരക്കൊമ്പി തൂങ്ങിയാടും. കണ്ണെഴുതി അഴകിൽ നിന്നവളെ ചിന്തനമലരുന്ന കനവിൽ വന്നവളെ നിന്നൊഴിയോ കുളിരഴകോ സ്നേഹവസന്തമാണ്. നിങ്ങൾ വിചാരിക്കും ഞാനിത് റൊമാൻസ് കാണിച്ചതാണെന്ന്. അല്ല, ഓടി അണച്ചിട്ട് എന്റെ ചുണ്ട് രണ്ടും ഒട്ടിട്ട് ഞാൻ ഇളക്കിയതാ. അയ്യോ, എന്റെ താലി തത്ത, ഞാൻ ഇനി ഇത് എവിടെ പോയി ഞാൻ ചോദിക്കും. ആടിന് തോലെടുത്തോണ്ടിരിക്കുന്ന ചേച്ചി, ചേച്ചി ചേച്ചിയെ, ഇതിലെ ഒരു പെങ്കൊച്ച് താലിയായിട്ട് ഓടിപ്പോന്ന കണ്ടായിരുന്നോ? ഈ താലിയാണോ? ആ ചത്ത. ഞാൻ ജീവനോടുണ്ട്. അതല്ല തത്ത. വിളിക്കരുത്, ആ വാ കൊണ്ട് നീ എന്നെ അങ്ങനെ വിളിക്കരുത്. താൻ എന്താണോ ഈ തപ്പുന്നേ? വാ കൊണ്ടല്ലാതെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വിളിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കുക. തത്തേ, നീ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങാൻ വന്നില്ലെങ്കിൽ നീ എന്തിരിയോളാ? നിനക്ക് ഇന്ന് ഓണം. അപ്പൊ മേലെ ഇരുന്ന് എനിക്ക് എന്താ ക്രിസ്മസാ? തത്തേ, ഇങ്ങോട്ട് ഇറങ്ങടി. ഒക്കത്തില്ലേ, ഒക്കത്തില്ലേ. ഇത്രയും വലിയൊരു മരത്തിന്റെ മണ്ടേ കയറി നിൽക്കുന്ന അവള് പറയുവാ പൊക്കത്തല്ലേ പൊക്കത്തല്ലേന്ന്. പൊക്കത്തല്ലെന്നല്ല, ഒക്കത്തില്ലെന്ന്. ഒക്കത്തില്ലെങ്കിൽ നീ പിന്നെ എന്തിനടി വരിഞ്ഞു പിടിച്ച അതിന്റെ മണ്ടേ കയറിയത്? എടാ, എനിക്ക് നിന്റെ കല്യാണം കാണാൻ പറ്റത്തില്ല. അല്ലേലും പറ്റത്തില്ല. ഇതിന്റെ മണ്ടയ്ക്ക് ഇരുന്നാ നിനക്ക് കല്യാണം കാണാൻ പറ്റത്തില്ല. നീ ഇറങ്ങി വാ, അടിച്ചുരത്തിലോട്ട് വാ, കിടുക്കരായിട്ട് കാണാം. എടോ, ഈ തത്തയ്ക്ക് എന്തിന്റെ കുറവുണ്ട്? ഈ ചുണ്ടത്ത് ഇച്ചിരി ചോപ്പിന്റെ കുറവുണ്ട്. അത് ആവശ്യത്തിൽ കൂടുതൽ നിന്റെ ചുണ്ടിലില്ലേ? ഉണ്ടോ? നീറുന്ന പ്രശ്നമായിട്ടാ ഞാൻ ഈ കൊമ്പില് കടിച്ചു പിടിച്ചിരിക്കുന്നത്. നീറിന്റെ പ്രശ്നത്തിന് നീ എന്തിനാണ് ഈ കൊച്ചതിനകത്ത് കടിച്ചു പിടിച്ചിരിക്കുന്നത്? അത് നീറിരിക്കത്തില്ലയോ? ആണോ? ഇനി വന്നാണ്. താലി വേണ്ടേ നിനക്ക്? വേണോ? കണ്ണം നടച്ചാണ് കല്യാണത്തിന് പോണ്ടേ? പിടിച്ചോളേ, പിടിച്ച കണ്ണടേടാ. പിടിച്ചോ. നിന്റെ കയ്യിൽ നിന്നല്ല, നിന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് ഈ താലി മേടിക്കാൻ എനിക്കറിയാം. ഇനി ഇത് ഞാൻ ആർക്കും ഞാൻ കൊടുക്കത്തില്ല മോളെ. എന്തുവാടി തത്ത ഇത്? നീറിന്റെ പ്രശ്നം തീർക്കാൻ വന്നില്ലേ? നീ പോയ ആ നീറിന്റെ പ്രശ്നം തീർത്തിട്ടോ. അയ്യോ, എന്റെ കല്യാണമാണ്. നീറെ നീറെ അടങ്ങാട. എന്തുവാടി കൊച്ചേ, നിനക്ക് പ്രാന്താണോ? ഈ തത്തയ്ക്ക് പ്രാന്താ. തത്തയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലേ? നീ ഏതുവരെ പോയി? 6 വരെ. എന്ത് കുളിക്കാനാ? പഠിക്കാൻ. മുഖത്ത് നോക്കി നീ കള്ളം പറയല്ലേ നീ? കള്ളോ? എന്താടി? ചുമ്മാ പെണ്ണുട്ടാ. എന്തോന്ന് വീട് കിട്ടിയത്? അതല്ല പറഞ്ഞേ, പെണ്ണുട്ടാന്ന് പേര് വിളിച്ചതാ. ആണോ? ഈ ചാക്ക് കണ്ടോ? നീ ആ ചാക്ക് അവിടെ താത്തു വെച്ചേ. എന്ത്? ആ ചാക്ക് എടുക്കാൻ നിനക്ക് അധികാരമില്ല. അതിനിവിടെ ഒരാളുണ്ട്. ചാക്ക് ചന്ദ്രൻ. ആ കാര്യാണോ ഞാൻ പറഞ്ഞത്? വേണുട്ടന്റെ ഒരുപാട് ഓർമ്മകൾ തോർത്ത് വെച്ചിരിക്കുന്നതാ ഇതില്. അതിനെന്താ നിന്റെ ഓർമ്മകളെല്ലാം അവിടെ നനഞ്ഞിരിക്കുവോ? ഓർത്തി വെച്ചേക്കുവെന്ന് പറഞ്ഞു. തോർത്തിയല്ല, ഇത് മൊത്തം വേണുട്ടന്റെ ഓർമ്മകൾ ഓർത്ത് വെച്ചിരിക്കുവാന്ന്. കാണിച്ചേ. ഇത് കണ്ട ബ്രഷ്. എന്തിന് പല്ല് തേക്കാൻ പോവാ നീ? കുഞ്ഞുനാളിലെ എന്റെ വേണോട്ടൻ എനിക്ക് തന്ന ബ്രഷാ. വേണോട്ടനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് പോലുമില്ല. അതിന് നീ ബ്രഷ് കാണിക്കണമെന്നില്ല, നിന്റെ പല്ല് കാണിച്ചാലേ അറിയാം. വേറൊരു സാധനമുണ്ട്. എന്ത്? നിങ്ങളെ ഫോട്ടോ പതിപ്പിച്ച ഓട്ടോഗ്രാഫ് ഞാൻ എടുത്ത് അതിലെന്റെ സ്നേഹം കുനുകുനാ എഴുതി ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിടിച്ചോ. ഫോട്ടോ വെച്ച ഓട്ടോഗ്രാഫോ? എന്റെ ദൈവമേ, എന്റെ പാസ്പോർട്ട് കാണിക്കുന്നേ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ നാശമല്ലേ? തത്ത ആത്മഹത്യ പോകുന്നു. എടി, നീ അതിവേഗം ഒന്നും കാണിക്കരുത്. ഇല്ല, അതിവേഗം ഒന്നും കാണിക്കുന്നില്ല. പതുക്കെ പതുക്കെ സ്ലോ ആക്കി കാണിച്ചു തരാം കേട്ടാ. എന്റെ പൊന്നു തത്തേ, നിനക്കിനി തന്തയില്ല. തന്തയില്ലെന്നോ? അല്ല, തത്തയില്ല. തത്ത നിനക്കറിയാവോ? നീ മണ്ഡപത്തിൽ നിന്ന് താലി എടുത്തോണ്ട് പോയി നീ നാട് മൊത്തം അറിഞ്ഞിരിക്കുക. ഇനി എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഒന്ന് വരുമോ? അയ്യോ, ഇനി ഞാൻ എങ്ങനെ ഇറക്കും? ചെല്ലോ ചെല്ലോ ചെല്ലോ,
ചെല്ലോ. ഏതാടാ ഈ വഴി തെറ്റി വന്ന പ്രകാശ് രാജ്? ആരെ? ഞാൻ വന്ന് അന്നാ ഒരു ഇല ഇട്ട് വിളമ്പ് നമുക്ക് കഴിക്കാം. നീ എന്നിട്ട് എന്തെന്ന് പറഞ്ഞു? അതല്ലേ, ഞാൻ വന്ന് മധുരന്ന് വരെ. മതിലിന്ന് വരാ. നീ എന്താടാ പായലോ? അതല്ല, ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് രാവിലെ വണ്ടിയിൽ വന്നിരിക്കേ. പച്ചക്കറി പച്ചത്തെറി മലയാളമോ? അപ്പൊ തമിഴല്ലേ? തമിഴ് പറഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ മലയാളം പറയാൻ ഡയറക്ടർ സാർ അല്ല, എനിക്ക് മനസ്സിലായില്ല. ആരാ? മനസ്സിലായില്ലേ? ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ലേ? പിന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ഈ വന്നിരിക്കുന്ന മമ്മൂട്ടിയാണല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. എടാ, ഞാൻ ഒറ്റ നോട്ടത്തിൽ വന്നോണ്ടല്ലോ, ഞാനൊരു കൈനോട്ടക്കാരനായിട്ട് വരും. അപ്പൊ രണ്ടാമതൊന്ന് നോക്കിയാലോ? കൈനോട്ടക്കാരന്റെ കുടുംബമായിട്ട് വരും. എടാ, എനിക്ക് മനസ്സിലായില്ല. താൻ ആരാ? മനസ്സിലായില്ലേ? ഞാൻ മുഖം നോക്കി ബലം പറയുന്ന ആളാണ്. ഞാൻ മുഖം നോക്കി കുറ്റവും പറയും. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ 100 രൂപ വെച്ചാണ്ടല്ലോ 10 ബലം ഞാൻ ഇവിടെ പറയും. അപ്പൊ 10 രൂപ വെച്ചാലോ? പഴം ഞാൻ പറയാം. ചേട്ടന്റെ മുഖം നോക്കി ഞാൻ ബലം പറയാം. നക്ഷത്രം എങ്ങനെയാണ്? അത് അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്തോ 5 കാലുള്ള നക്ഷത്രം, 6 കാലുള്ളത് ഞാൻ വരയ്ക്കും. ഈ കാലോച്ചോളം തന്നാടല്ലോ, നീ നക്ഷത്രം ഉണ്ട് ഇവിടെ കിടന്ന ഉള്ള കാര്യം. എടോ, എനിക്ക് എന്തുവാ വേണ്ടേ? തത്തയെ കാണണം. ഏതൊക്കെ? അതല്ല, ഈ കൂട്ടിലൊരു തത്ത ഉണ്ടായിരുന്നു. ആ തത്ത എങ്ങോട്ടോ പറന്നുപോയി. ആ തത്തയാണ് നിങ്ങളെ താലി എടുത്തെന്ന് എനിക്ക് നല്ല സംശയം. അതുകൊണ്ട് ആ തത്തയെ പിടിക്കണം. ആ തത്തയുടെ തന്തയാണ് ഞാൻ. എന്റെ മാമ, നിങ്ങൾ എങ്ങനെങ്കിലും ആ താരി അവിടെ കയ്യിൽ നിന്ന് മേടിച്ചു തരുമോ? ഞാനൊരു കാര്യം പറയട്ടെ, ഒത്തിരി കുലിക്കരുത്, ഈ മീശയുടെ തുമ്പ് കൊണ്ട് മുറിയും. മാമ, നിങ്ങൾ എങ്ങനെ തത്തെ പിടിക്കും? സിമ്പിൾ അല്ലേ? ഞാൻ കാണിച്ചു തരാം. ഈ പഴമുണ്ടല്ലോ, ഈ പഴം നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കും. തത്ത വന്ന് ഈ പഴം തിന്നുമല്ല, തിന്നുന്ന സമയത്ത് തട്ടി ഞാൻ ഈ കൂട്ടിനകത്തോട്ട് കയറ്റും. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഇല്ല. ഈ പഴമില്ലേ, ഈ പഴം ഞാൻ ഇവിടെ വെക്കും. തത്ത പഴം തിന്നുമല്ല, അപ്പൊ ഞാൻ നൈസായിട്ട് തട്ടി കൂട്ടിനകത്തോട്ട് കയറ്റും. ഓ, പഴം ഞാൻ തിന്നാം, പക്ഷെ ഈ പഴവും തിന്നോട്ട് ഞാൻ എങ്ങനെയാ കൂട്ടി കേറും? അത് ചോദ്യം. കൂട്ടി കയറും. ഇതല്ലേ ഞാൻ പറഞ്ഞ തത്ത. ഈ തത്തയാണ് എന്റെ താലിയും കൊണ്ട് ഇതിന്റെ മണ്ടേ കയറി. അയ്യോ, തത്ത എന്തി? തത്ത എന്തി? തത്തേ, 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 തത്ത എന്തി? ഈ നിൽക്കുന്നതാ നിന്റെ തത്ത. ഈ തത്തയാണ് എനിക്ക് പിടിക്കേണ്ടത്. പിടിക്കാനാ? എന്നെ കണ്ടഹോളിഡേ പിടിക്കണില്ല അണ്ണാ? പിടിക്കണം. പോയി പിടിയണ്ണാ. പിടിക്കണ്ടേ? പിടിക്കണ്ടേ? തത്തേ പിടിക്കണ്ടേ? ആ തത്തയല്ലോ ഈ തത്ത. ഈ തത്ത ഇങ്ങോട്ട് വന്നിരിക്കണേ. വരത്തില്ല. നീ ആ താലി ഇങ്ങോട്ട് കൊണ്ടുവരാൻ. വരത്തില്ല. ഇത് ഇങ്ങോട്ട് വരാൻ. വരത്തില്ല. നീ വന്ന് അങ്ങനെ വിളിച്ച തത്ത വരുത്തില്ല. തത്ത പറന്നു പോകും. നൈസായിട്ട് ഞാൻ വിളിച്ചു കാണിക്കാം. എനിക്കൊരു നാക്കുണ്ട്. തത്തേ, എന്ത്? ഒന്നുമില്ല. നാക്കൊന്ന് നീട്ടിക്ക്. കിടുക്കി. അതെ, അത് തത്തയല്ല, കഴുകനാണ്. കണ്ടാ വന്നപ്പോഴേ കുത്തിപ്പറിക്കാൻ നിൽക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അത് അവളോട് ചോദിക്കും. എന്താണ് കൊച്ചും ഇവനും തമ്മിലുള്ള പ്രശ്നം? പ്രശ്നോ? ആ മീശ. കൊഞ്ചി കരയല്ലേ, തക്കിച്ചും വിഴികൾ തക്കിച്ചും നിറയല്ലേ, തക്കിച്ചും ഇളമന മുരുകൽ, തക്കിച്ചും ഇളമന മുരുകൽ. അതാണോടാ ഞാൻ ചോദിച്ചത്. എടാ, എന്താണ് നീയും ഇവളും തമ്മിലുള്ള പ്രശ്നം? അതോ, ഇവിടെ രാവിലെ കല്യാണം. ചേട്ടന്റെ പ്രശ്നം മനസ്സിലായില്ല. പിന്നെ നീ പറഞ്ഞ എനിക്ക് മനസ്സിലായടാ. എന്തുവാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അത് അവളോട് ചോദിക്ക്. എന്താണ് മോളെ പ്രശ്നം? ആ മീശ ഇല്ലേ? മീശ ഇല്ലേ? മീശയുണ്ട്, മീശയുണ്ട്. ആണ് മീശ. ചേട്ടന്റെ ആ മീശ ഇല്ലേ? അവൻ പറഞ്ഞല്ലോ അവന് മീശ ഉണ്ടല്ലോ. ആ മീശക്ക് എന്നെ കെട്ടാൻ വയ്യെന്ന്. എന്താടാ നിനക്ക് ഈ കൊച്ചിനെ കെട്ടാൻ പറ്റാത്തത്? ഇവള് മൈനറാ. നീ ഇങ്ങോട്ട് വന്നു. ആദ്യം പറഞ്ഞ തത്തയാണ്, പിന്നെ പറഞ്ഞ മൈനയാണ്. ഏതാണ് ഈ കൊച്ചി? എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഇവളെ കെട്ടിക്കഴിഞ്ഞാൽ ശിഷ്ടകാലം ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ബാക്കിയുള്ള കാലം ഈ കൊച്ചിനോട് സുഖമായിട്ട് ജീവിക്കരുത്. എന്റെ പൊന്നു ചേട്ടാ, ഇരുന്നിരുന്ന് കിട്ടിയ ഒരു കല്യാണമാണ്. അതും മുഹൂർത്ത സമയമായി. നിങ്ങൾക്ക് എങ്ങനെയും ആ താലി ഒന്ന് മേടിച്ചു തരാൻ പറ്റുമോ?
നീ എന്താ കണ്ടിട്ടാണ് ഇവനെ സ്നേഹിച്ചത്? ആ മീശ കണ്ടിട്ടാ ഞാൻ സ്നേഹിച്ചത്. ചേട്ടനൊരു കാര്യം അറിയോ? ഒരുപാട് പെണ്ണുങ്ങളുടെ മനം കവർന്ന ഒരു മീശയാ ഇത്. ആ മീശയാണ് ഞാൻ സ്നേഹിച്ചത്. എന്താടി? ആ മീശയാണ് ഞാൻ സ്നേഹിച്ചത്. ഈ മീശയാണോ നീ അപ്പൊ സ്നേഹിച്ചത്? സത്യം പറ, നീ ഈ മീശയാണോ സ്നേഹിച്ചത്? അത് ആദ്യമേ പറയണ്ടായിരുന്നു. ഇന്ന നീ സ്നേഹിച്ച നിന്റെ മീശ. നിങ്ങൾ രണ്ടുകൂടി ഒന്നിച്ച് എവിടെയും പോയി ജീവിക്കും. ഞാൻ ഒരിക്കൽ പോലും നിങ്ങളെ ശല്യം ചെയ്യത്തില്ല. ഇനിയെങ്കിലും ഒന്ന് താടി. എന്തോന്ന്? എന്റെ താലി. എനിക്ക് തോന്നുന്നു ഭയങ്കര നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു നിങ്ങൾ 3 പേര്. ആ ഒരു എന്താ പറയാ, നമ്മളല്ലേ ഗ്രോത്ത് എന്ന് പറയില്ലേ, ഇതാണ് ഗ്രോത്ത്. നിങ്ങൾ ആദ്യം ശരത് നല്ലൊരു ലീഡറാണ്. യു ആർ എ വെരി ഗുഡ് ലീഡർ. ബിക്കോസ് നിങ്ങളുടെ ടീം സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല 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 ആശയങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഐശ്വര്യ, ഗോഡ് ബ്ലെസ് യു. സൂപ്പർ. ആ ഒരു ധൈര്യം, നമ്മൾ സ്റ്റേജിൽ ഇങ്ങനെ ഒരു എന്താ പറയാ മരത്തിന്റെ മുകളിൽ കയറി, അതും നമ്മൾ മറ്റേ റിയൽ അല്ല, ഒരു പേടി ഉണ്ടാവുമല്ലോ. പക്ഷെ ചേച്ചി ആ കുഞ്ഞ് കേറിയതിന്റെ ആണ്, കണ്ടോ? അയ്യോ, കൈ ചെറുതായിട്ടില്ല, ആക്ച്വലി നല്ല രീതിയിൽ മുറിഞ്ഞിട്ടുണ്ട്. ലക്ഷണം. ഐശ്വര്യയുടെ ചേരാ. നന്നായിട്ട് ഐശ്വര്യ. അതൊക്കെ അതിനെല്ലാം അത് മാത്രമല്ല, ഐശ്വര്യക്ക് എന്താ പറയാ ബോഡി കൺട്രോൾ അപ്പൊ ഭയങ്കരമായിട്ട് ഇളകുണ്ടായിരുന്നു. ഞാൻ ആ മറ്റേ ഈ മരം ഇങ്ങനെ ഇളകുമ്പോ പേടിയാ ഉണ്ടായിരുന്നു. പക്ഷെ സൂപ്പർ ധൈര്യം. വെരി ഗുഡ്. ഷൈൻ, ആ മീശ ഇട്ടപ്പോ സുധീന്റെ പോലെ അല്ലേ? സൂപ്പർ. ഷൈൻ, വെരി ഗുഡ്. നല്ല ആ പാട്ടിന്റെ വെരി ഗുഡ്. മീൻസ് ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ഓവറോൾ വെരി ഗുഡ്. പോസിറ്റീവ്. എങ്കിൽ നമുക്ക് ഈ വൈബിൽ തന്നെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഓക്കെ, നിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി, ധൃതതുണ്ടന താളത്തിൽ ഞാൻ കലനിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി, ധൃതതുണ്ടന ഐശ്വര്യയുടെ സന്തോഷം. സന്തോഷായി. 40,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. ശ്വേത ചേച്ചി, പ്ലീസ് ട്രാൻസ്ഫർ. കൺഗ്രാറ്റുലേഷൻസ്. 40,000 രൂപ ക്രെഡിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്.